അസ്സലാമു അലൈക്കും. ഇന്നത്തെ എൻ്റെ റെസിപ്പി ചെമ്മീൻ കൊണ്ടുള്ളൊരു വിഭവമാണ്. നമ്മൾ ഇപ്പം നോമ്പൊക്കെ തുറക്കുന്ന സമയത്ത് ഇഫ്താറൊക്കെ കഴിക്കാനായിട്ട് അപ്പം ഇടിയപ്പം ഒക്കെ ആണല്ലോ നമ്മൾ കൂടുതലും ഉണ്ടാക്കുന്നത്. പിന്നെ അരിപ്പത്തിരി ഒക്കെ ആണല്ലോ. അപ്പം എല്ലാത്തിൻ്റെയും കൂടെ, ചപ്പാത്തിയുടെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ ആയാലും എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ ഒരു റോസ്റ്റാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത്. കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ഈ റോസ്റ്റ് തയ്യാറാക്കുന്നത്. എന്നാൽ വളരെയേറെ രുചികരവുമാണ്. നല്ല ഒരു ടേസ്റ്റോട് കൂടിയാണ് ഇത് തയ്യാറാക്കുന്നത്. അതിനായി ഞാനൊരു 700 ഗ്രാമോളം ചെമ്മീൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡറും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഉപ്പും മുളകും ഒക്കെ ചെമ്മീൻ്റെ എല്ലാ ഭാഗത്തും പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം ഞാൻ ഈ ചെമ്മീൻ്റെ തലയൊന്നും കളഞ്ഞിട്ടില്ല. തലയൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് തല കളഞ്ഞെടുക്കാം. അപ്പോൾ എനിക്കിതിൻ്റെ തലയൊക്കെ, ചെമ്മീൻ്റെ തല ഭയങ്കര ഇഷ്ടമാണ്. അതാണ് തലയോട് കൂടി എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് കുറച്ച് ചുമന്നുള്ളിയാണ്, ചെറുള്ളി ക്ലീൻ ചെയ്തെടുത്ത് രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളകിന് നല്ല എരിവുള്ളതുകൊണ്ടാണ് 2 പച്ചമുളക് എടുത്തിരിക്കുന്നത്. നമ്മുടെ ഈ ചെമ്മീൻ റോസ്റ്റിന് വലിയ എരിവൊന്നും വേണ്ട. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ചാണ് ഞാൻ പച്ചമുളക് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡർ മാത്രം ചേർത്താണ് നമ്മൾ ഈ റോസ്റ്റ് തയ്യാറാക്കുന്നത്. കാരണം ഒരുപാട് എരിവോട് കൂടിയൊക്കെ നമുക്ക് ഈ നോമ്പ് സമയത്ത് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നോമ്പില്ലാത്തപ്പോഴായാലും നമുക്ക് ഇത്രയും എരിവൊക്കെ മതി. പിന്നെ എരിവ് വേണ്ടുന്നവർക്ക് 2-3 പച്ചമുളക് കൂടുതൽ ചേർക്കാം. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡറിൻ്റെ കൂടെ ഒരല്പം എരിവുള്ള മുളക് പൊടിയും ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡർ 2 പച്ചമുളക് മാത്രമാണ് ഇതിൽ ചേർക്കുന്നത്. പിന്നെ ഒരല്പം കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ചെമ്മീനൊക്കെ ഒന്ന് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്കിത് വറുത്തെടുക്കാം. അപ്പം ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് വറുത്തെടുക്കുന്നത്. വെളിച്ചെണ്ണ തന്നെ ചേർക്കുന്നതാണ് ഈ റോസ്റ്റിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. വേറെ എണ്ണയൊന്നും ചേർക്കേണ്ട, വെളിച്ചെണ്ണ തന്നെ ചേർക്കുന്നതാണ് നല്ലത്. അങ്ങനെ നമ്മൾ ആ ചെമ്മീനൊക്കെ ചൂടായ വെളിച്ചെണ്ണയിലോട്ട് പറക്കിയിട്ട് ഒന്ന് ഒരുവിധം നന്നായിട്ട് അത് മുരിഞ്ഞ് വരുമ്പോൾ നമുക്കതിൽ നിന്ന് മാറ്റിയെടുക്കാം. അങ്ങനെ 2 തവണയായിട്ടാണ് ഞാൻ ഈ ചെമ്മീനെല്ലാം വറുത്തെടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ തവണയും അപ്പോൾ ആദ്യത്തെ തവണ ഒഴിച്ച വെളിച്ചെണ്ണ ഇച്ചിരി കുറവായതുകൊണ്ട് രണ്ടാമത് കുറച്ചുകൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷമാണ് ചെമ്മീനെല്ലാം വറുത്തെടുക്കുന്നത്. അങ്ങനെ നമ്മൾ ചെമ്മീനൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചെമ്മീൻ ഇങ്ങനെ തന്നെ കഴിക്കാൻ തന്നെ, ചെമ്മീൻ അല്ലെങ്കിൽ എങ്ങനെ കഴിച്ചാലും നല്ല ടേസ്റ്റാണ്. പിന്നെ അതിൻ്റെ മണവും ഒന്നും പറഞ്ഞറിയിക്കേണ്ടല്ലോ. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ട്രിപ്പ് ചെമ്മീനും കൂടെ ഇട്ട് ഈ രീതിയിൽ വറുത്തെടുക്കുന്നുണ്ട്. അതിനുശേഷമല്ല, നമ്മൾ ഈ ചെമ്മീനൊക്കെ റോസ്റ്റ് ചെയ്യാൻ എടുക്കുമ്പോൾ തന്നെ നമ്മൾ ഒരു പിടി കാഷ്യൂനട്ട് കുതിർക്കാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചെമ്മീനെല്ലാം എടുത്തതിന് ശേഷം അതിലേക്ക് വീണ്ടും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്താണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് നൈസായിട്ട് വേണം തേങ്ങാക്കൊത്ത് കട്ട് ചെയ്തെടുക്കാൻ. എന്നിട്ട് നമ്മൾ അതിനകത്തോട്ട് ഒരു പിടിയോളം തേങ്ങാക്കൊത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. അതാണ് ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ തേങ്ങാക്കൊത്ത് ഒരുവിധം മൂത്ത് വരുമ്പം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറുള്ളി ചേർത്ത് കൊടുക്കാം. ചെറുള്ളി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് വീണ്ടും ഇതെല്ലാം മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഈ ചെമ്മീൻ വറുത്ത ചട്ടിയിൽ തന്നെ ഇതൊക്കെ ചെയ്യുമ്പോൾ ആ ചെമ്മീൻ വറുത്തതിൻ്റെ മറ്റുള്ള ഗ്രേവികളൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് കൊണ്ട് അതെല്ലാം ഈ ഉള്ളിക്കകത്ത് വരണ്ട് അത് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഉള്ളിയൊക്കെ ഒരുവിധം ആയിക്കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ചതച്ചതോ പേസ്റ്റോ ഒക്കെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ അത് 1 ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അതെല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അപ്പം ഞാനിത് ഇവിടെ ഒരു ഇരുമ്പ് തവയിലാണ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് വളരെ തീ കുറച്ചിട്ടാണ് ചെയ്യുന്നത്. കാരണം ഇരുമ്പ് ആയതുകൊണ്ട് തന്നെ നല്ല ചൂടായതുകൊണ്ട് വളരെ കുറച്ചിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ വേറെ പാനിലൊക്കെ ചെയ്യുമ്പോഴും തീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വേണം നമ്മളിതൊക്കെ ചെയ്യാൻ. അങ്ങനെ അതെല്ലാം ഒരുവിധം നന്നായി വഴണ്ട് വന്ന് കഴിയുമ്പോഴത്തേനും നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. കട്ട് ചെയ്തിട്ട് കൊടുത്ത് അതും ഒരുവിധം ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ചേർക്കുന്നത് ഒരു വലിയ തക്കാളിപ്പഴം കട്ട് ചെയ്തതാണ്.
അപ്പോൾ തക്കാളിപ്പഴം കട്ട് ചെയ്തോ നമുക്കൊന്ന് മിക്സിയിലിട്ട് അടിച്ചോ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ കട്ട് ചെയ്ത് മാത്രമേ ചേർക്കുന്നുള്ളൂ. മിക്സിയിലിട്ട് അടിച്ച് ചേർത്താലും നല്ലതാണ്. അങ്ങനെ തക്കാളിപ്പഴമൊക്കെ ചേർത്ത ശേഷം വീണ്ടും ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് മൂത്ത് കിട്ടുന്നവരെ വഴറ്റിയതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലോട്ട് ഈ ഗ്രേവിക്ക് ആവശ്യമായ പൊടി വകകൾ ചേർത്ത് കൊടുക്കാം. അതും കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. പിന്നെ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും അതൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ കുരുമുളക് പൊടിയും കൂടെ ആകുമ്പോഴത്തേനും നമുക്ക് ഈ ഗ്രേവിക്കൊക്കെ നല്ല ആവശ്യത്തിന് എരിവൊക്കെ കിട്ടും. ഇത്രയും മാത്രം മതി. എരിവ് ഒരുപാട് കൂടുതൽ വേണ്ടാത്തതുകൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ ചേർക്കുന്നത്. അപ്പോൾ എരിവൊക്കെ കൂടുതൽ ആവശ്യമുള്ളവർക്ക് ഇതിൻ്റെ അളവൊക്കെ കൂട്ടിയെടുക്കാവുന്നതാണ്. അങ്ങനെ കുരുമുളക് പൊടിയൊക്കെ ചേർത്തതിന് ശേഷം വീണ്ടും അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കാഷ്യൂനട്ട് നന്നായിട്ട് അരച്ചെടുത്തത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കാഷ്യൂനട്ട് അരച്ചതും ആ ജാറ് കഴിവുന്ന വെള്ളം മാത്രമാണ് നമ്മൾ ഇതിൽ ചേർക്കുന്നത്. വേറെ വെള്ളങ്ങളൊന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല. തന്നെയല്ല ചെമ്മീനൊക്കെ നന്നായിട്ടൊന്ന് വെന്തിരിക്കുകയാണ്. പിന്നെ ഈ ഗ്രേവിയൊക്കെ ആ ചെമ്മീനകത്തൊന്ന് പിടിച്ച് കിട്ടിയാൽ മതി. അതിനുള്ള വെള്ളം മാത്രം ചേർത്താൽ മതി. അങ്ങനെ ജാറൊക്കെ കഴുകിയെടുത്ത വെള്ളം നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ കാഷ്യൂനട്ടും കൂടെ ഒക്കെ ചേർക്കുന്നത് കൊണ്ട് നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, അതായത് പെരുംജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാണ് നമ്മളിവിടെ മസാലയായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ആവശ്യത്തിന് ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം, അപ്പോൾ ഈ സമയത്തൊക്കെ നല്ല മണമാണ്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം, അപ്പോൾ ഞാനിതെല്ലാം ചെറു തീയിലിട്ടാണ് ചെയ്യുന്നത്. അതെല്ലാം നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ തട്ടി കൊടുക്കാം. ചെമ്മീനെല്ലാം തട്ടിയ വശം ഒന്ന് നന്നായിട്ട് ഈ അരപ്പിലൊന്ന് മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ചെമ്മീൻ്റെ ഗ്രേവി ഇച്ചിരി കൂടുതൽ വേണമെന്നവർക്ക് വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നമുക്ക് ഗ്രേവി ഒരുപാട് വേണ്ടാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഈ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം മാത്രമേ, ഈ കാഷ്യൂനട്ട് അരച്ച് ജാറ് കഴുകിയ വെള്ളം മാത്രമേ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ചെമ്മീനെല്ലാം തട്ടിയ വശം പിന്നെ നമ്മൾ ഇളക്കാനൊന്നും നിൽക്കേണ്ട. പിന്നെ നമുക്ക് അടച്ച് ചെറു തീയിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ചെമ്മീനൊക്കെ ഒരുവിധം റെഡിയായി കഴിയുമ്പോൾ നമുക്ക് അടപ്പ് മാറ്റിയ ശേഷം നമുക്കിതൊന്ന് അടിക്ക് കൂട്ടി തത്തിപ്പൊത്തി എടുക്കാം. അപ്പോൾ അത് ആ അടിയിലുള്ള ഗ്രേവിയൊക്കെ ഇതിൻ്റെ മുകളിലോട്ടൊക്കെ എടുത്ത് തത്തിപ്പൊത്തി എടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് അടച്ച് വെച്ച് ഒരു മിനിറ്റും കൂടെ കുക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങി സെർവ് ചെയ്യാവുന്നതാണ്. അപ്പം വളരെ രുചികരമായിട്ടുള്ളൊരു ചെമ്മീൻ റോസ്റ്റാണിത്. അപ്പോൾ ഈ രീതിയിൽ ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർ ഈ ചെമ്മീനൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലൊന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ചിക്കനും ബീഫും ഒക്കെ കഴിച്ച് മടുത്തവർക്കാണെങ്കിൽ ഇങ്ങനെ ചെമ്മീൻ്റെ ഒരു റോസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അരിപ്പത്തിരിയൊക്കെ കഴിക്കാനും ഇടിയപ്പം കഴിക്കാനും അല്ല അപ്പം ചപ്പാത്തി ഒക്കെ കഴിക്കാൻ നല്ലൊരു ചെമ്മീൻ റോസ്റ്റാണിത്. പിന്നെ ചെമ്മീനെല്ലാം സെറ്റായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഏറ്റവും ലാസ്റ്റായിട്ട് ഒരല്പം കറിവേപ്പില അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് അടച്ച് വെക്കാം. അപ്പോൾ ഇനി ഒരു മനോഹരമായ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.